ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അച്ചു വ്ളോഗ്സ്. ഇന്ന് ഞാനൊരു യാത്ര പോകാൻ കേട്ടോ. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇന്നത്തെ യാത്രയിൽ കൂടി ഞാൻ സാധിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്നത് നമ്മുടെ സ്വന്തം NS ട്രാൻസ്പോർട്ടിൻ്റെ ബസ്സിലാണ്. രാത്രി 8:15 വണ്ടിയിലാണ് കേട്ടോ നമ്മളിന്ന് യാത്ര പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ എത്തിയത് ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ ടൗണിലേക്ക് എത്തി. ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് NSൻ്റെ ഓഫീസിലേക്ക് നേരെ കയറി ചെന്നപ്പോൾ നമ്മുടെ വൈശാഖ് ബ്രോനെ കണ്ടു. പിന്നെ വൈശാഖ് ബ്രോനോട് കുറേ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. ഇത് 7:15 പോകേണ്ട NSൻ്റെ സർവീസാണ് കേട്ടോ. അപ്പോൾ ആ ബസ്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി ബസ്സൊക്കെ ഒന്ന് നോക്കി. സമയം പോകണ്ടേ, 8:15 കേട്ടോ നമ്മുടെ ബസ്. അപ്പോൾ പിന്നെ രാത്രിത്തെ ഫുഡൊക്കെ ഒന്ന് കഴിക്കാൻ വെച്ചിട്ട് നേരെ തട്ടുകടയിലേക്ക് അങ്ങോട്ട്. തട്ടുകടയിൽ പോയി ദോശയോ ഓംലേറ്റൊക്കെ ഒന്ന് സെറ്റായി കഴിക്കുമ്പോൾ ലോങ്ങിലേക്ക് നോക്കുന്ന സമയത്ത് ദാ വരുന്നു നമുക്ക് പോകേണ്ടത്. പിന്നെ ഞാനിന്ന് യാത്ര ചെയ്യുന്നത് MGയുടെ സ്റ്റാർസ് ബോഡിയുള്ള ബസ്. ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ബോഡിയാണ് ഇട്ടത്. ഇതിൻ്റെ കുറച്ച് പൂജയുടെയും കാര്യങ്ങളും വീഡിയോ ഒക്കെ, ഡെലിവറി വീഡിയോ ഒക്കെ നമ്മുടെ ഇൻസ്റ്റയിലും അതേപോലെ തന്നെ യൂട്യൂബ് ചാനലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നേരെ ഞാൻ എന്ത് ചെയ്തു, ബസ്സിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി ബസ്സിൻ്റെ ഉള്ളൊക്കെ ഒന്ന് നോക്കാമെന്ന് വെച്ചിട്ട് ചെന്നപ്പോൾ കേബിൽ നമ്മളെ കൂടെ ഇന്നിപ്പോൾ ഡ്രൈവറായിട്ടുള്ളത് നമ്മളെ സ്വന്തം മുകേഷ് ചേട്ടനാണ് കേട്ടോ ഈ ബസ് സ്ഥിരമായിട്ട് നോക്കുന്നത്. കൂടത്തിൽ നമ്മൾ അഭിജിത്തിനെ പിന്നെ പണ്ടേ പരിചയമുള്ളതാണ്. അപ്പോൾ നേരെ ബസ്സിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാൻ വെച്ചാൽ ഉള്ളിലൊക്കെ കയറിയപ്പോൾ ലക്ഷറി സെറ്റപ്പാണ് കേട്ടോ ബസ്. ഒന്നും പറയാനില്ല, അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഈ ഒരു ബസ്സൊക്കെ കൊണ്ടു നടക്കുന്നത്. പിന്നെ ഇതൊക്കെയാണ് ബസ്സിൻ്റെ ഇൻറ്റീരിയൽ കാര്യങ്ങളൊക്കെ കേട്ടോ. ബസ്സിൻ്റെ ഇൻറ്റീരിയലൊക്കെ കണ്ട് ഞാൻ പിന്നെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്തിറങ്ങിയിട്ട് നമ്മളെ മനുവേട്ടനെ കണ്ടിരുന്നു. മനുവേട്ടനാണ് കോഴിക്കോട് ഓഫീസും കാര്യങ്ങളൊക്കെ. കോഴിക്കോട് നിന്ന് ഒരുപാട് ബസ് നൈറ്റ് സർവീസ് ഇവിടുന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. നൈറ്റ് ഒരു 8:20 ആകുമ്പോൾ തന്നെ വണ്ടി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടോ. എനിക്ക് പിന്നെ അപ്പർ ബർത്തായിരുന്നു കേട്ടോ സീറ്റ്. പിന്നെ നമ്മളെ കൂടെ ഒരു 3 പേര് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. കുറച്ച് കേബിലൊക്കെ ഇരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വടകരയൊക്കെ എത്തുന്ന സമയത്ത് നല്ല ബ്ലോക്ക്. NHലിപ്പോൾ പണി നടക്കുന്നതിനെ കൊണ്ട് തന്നെ വൻ ബ്ലോക്കാണ് കേട്ടോ. ഒരുപാട് സമയം ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ നേരെ വിട്ട് ബെർത്തിൽ കയറി കുറച്ച് കിടന്ന് ആ കിടത്തം നേരെ നല്ലൊരു ഉറക്കത്തിലേക്ക് അങ്ങോട്ട് പോയി. പിന്നെ കണ്ണൂരൊക്കെ എത്തിയ സമയത്താണ് പിന്നെ എഴുന്നേൽക്കുന്നത് കേട്ടോ. അതല്ല അതിനിടയ്ക്കുള്ള കാര്യങ്ങളൊന്നും എടുക്കാനോ കാര്യങ്ങളൊന്നും പറ്റിയില്ല. പിന്നെ രാത്രി ചുരത്തിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് യാത്ര അങ്ങോട്ട് തുടർന്നു. ഇന്നിപ്പോൾ എന്താണെന്നറിയില്ല, ചുരത്തിൽ വലിയ ബ്ലോക്കോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ബ്ലോക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ പതിവിലും കുറച്ചുകൂടി വേഗത്തിലായിട്ട് വണ്ടി പോകും. ചുരം കയറുമ്പോൾ കണ്ടതാണ് കിങ് ലൈൻ്റെ കിഡിലൊരു ബസ് കേട്ടോ. നല്ല ലുക്ക് ഉണ്ട് വണ്ടി കാണാൻ. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ആ സൈഡിലൊരു നല്ലൊരു പിടിയാനയും കിട്ടി. അപ്പോൾ ആനയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ യാത്ര തുടർന്നു കേട്ടോ. കേബിളിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വൈബ് തന്നെ കേട്ടോ. നല്ല കിടിലൻ വ്യൂ ആണ് രാത്രിത്തൊക്കെ. അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ആസ്വദിച്ചിട്ടാണ് യാത്ര തുടങ്ങിയത്. യാത്രയുടെ കാര്യത്തിൽ ഇഷ്ടം പോലെ ബസ്സുകളാണ് കേട്ടോ ഞങ്ങൾ കണ്ടത്. ഇത് MMKൻ്റെ സർവീസാട്ടോ. നല്ല നല്ല കിടിലൻ ബസ്സുകളാണ് നൈറ്റ് സർവീസ് നമ്മൾ കാണുന്നത്. ആ ദൂരെ നിന്ന് വരുന്ന NSൻ്റെ തന്നെ നൈറ്റ് സർവീസ് ആട്ടോ. അവരിപ്പോൾ കാലിക്കറ്റ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വണ്ടിയിലുള്ള നമ്മളെ അർജുൻ ബ്രോ ആണ് കേട്ടോ. അർജുൻ ബ്രോനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ബസ്സിൻ്റെ ഡെലിവറി സമയത്ത് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാസിങ്ങിൽ ആൾ നമ്മളെടുത്ത് നിർത്തി. അപ്പോൾ ആളെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വൈബ് ടീമാട്ടോ NSലെ സർവീസ് നടത്തുന്ന എല്ലാ ഡ്രൈവർമാരും. പിന്നെ ഒരുപാട് ലേറ്റ് ആവാതെ തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് വണ്ടി ഒതുക്കിയിട്ടു. അപ്പോൾ വണ്ടികളെല്ലാവരും ഭക്ഷണം കഴിക്കാനൊക്കെ എനിക്ക് ഏറെ കൗതുകമായത് അവിടെ ഇറങ്ങിയപ്പോൾ അവിടെ കണ്ട ബസ് പല റൂട്ടുകളിൽ നിന്ന് വന്നിട്ട് ഫുഡ് കഴിക്കാൻ നിർത്തി ഒരുപാട് വണ്ടികൾ. അത് അയ്യപ്പൻ്റെ വണ്ടി കേട്ടോ. അത് കിട്ടില്ലൻ ലുക്ക് വണ്ടി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നു. അത് കഴിഞ്ഞ് വണ്ടീൻ്റെ അടുത്തേക്കൊക്കെ പോയി കുറച്ച് മുകേഷ് ചേട്ടനോട് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. എല്ലാവരും വണ്ടിയിലൊക്കെ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. ഫുഡ് കഴിച്ചാൽ കുറച്ച് ഉറങ്ങി എണീച്ച സമയത്ത് പിന്നെ കാണുന്നത് ബാംഗ്ലൂരിൻ്റെ നഗര കാഴ്ചകളാട്ടോ. കിടിലൻ റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ലണ്ടൻ്റെ ഒരു സർവീസ് കാണുന്നത് കേട്ടോ. ഏതാല്ലേ വണ്ടി, ഇതിൻ്റെ വീഡിയോസൊക്കെ കാണാനല്ലാണ്ട് ഞാൻ നേരിട്ട് വണ്ടി കണ്ടില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ നേരെ ബാംഗ്ലൂർ ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് ജിയോയുടെ പമ്പിലേക്കാട്ടോ നമ്മളെ വണ്ടി കയറുന്നത്. അത്യാവശ്യം വലിയ വിശാലമായ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉള്ള പമ്പനി ആട്ടോ ജിയോൻ്റെ. ഇവിടെ നിന്ന് ഡീസൽ അടിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വീഡിയോസ് ഷോർട്ട് വീഡിയോ ഒക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മളെ ചാനലിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നേരെ ഞങ്ങൾ കേബിലേക്ക് കയറുകയാണ്. കേബിലേക്ക് കയറുമ്പോൾ അഭിജിത്ത് ബ്രോ ആണ് കേട്ടോ പോകുന്നത്. പിന്നെ മുകേഷ് ചേട്ടൻ്റെ അടുത്ത് കുറച്ച് സംസാരിച്ച് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വണ്ടി ഒതുക്കാൻ വേണ്ടി പോകാം കേട്ടോ. അതിനിടയ്ക്ക് നമ്മൾ ജിമ്മിനെ കണ്ടോ നിങ്ങൾ? ഈ കൈ ആർക്കെങ്കിലും പരിചയമുണ്ടോ? ഇത് നമ്മളൊരു ചങ്ക് ബ്രോൻ്റെ കൈ കേട്ടോ. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അവിടെ നിന്ന് നേരെ ഒരു സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ വിട്ടത് വണ്ടിയുടെ യാർഡിലേക്ക് കേട്ടോ. അപ്പം ഇതാണ് നമ്മളെ വണ്ടി ഇന്ന് ഒതുക്കുന്ന യാർഡ് കേട്ടോ. വലിയ വിശാലമായ യാർഡൊന്നല്ല, അത്യാവശ്യം ഓക്കെ ആ ലെവലിലുള്ളൊരു യാർഡ്. ഇവിടെ വണ്ടി കയറ്റിയതൊക്കെ കഷ്ടിച്ച് നൂലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇതാണ് നമ്മളെ മുകേഷ് ചേട്ടൻ്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ കാരണം നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ ഒന്ന് എല്ലാവരും കാണണേ, സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മൾ അഭിജിത്ത് ബ്രോ, ഇവരോട് എല്ലാവരോടും നമ്മൾ യാത്ര പറഞ്ഞു. പിന്നെ നമ്മളൊരാളെ പരിചയപ്പെടുത്തി കേട്ടോ. ഇത് നമ്മൾ ആൽബിൻ ബ്രോ കേട്ടോ. ആൽബിൻ ബ്രോ പൊളി വൈബ് മനുഷ്യനാട്ടോ.
അത് അധികം വീഡിയോൻ്റെ മുന്നിലേക്കൊന്നും അങ്ങനെ വന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നേരെ യാത്ര തുടരുകയാണ് കേട്ടോ. നേരെ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ച സസ്പെൻസാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ നമ്മളെ പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. രാവിലെ തന്നെ അതിനെക്കൂടെ ഞങ്ങൾ ഫ്രഷപ്പിന് ഒരു റൂമൊക്കെ സെറ്റാക്കി. അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂമുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അങ്ങനെ ഫ്രഷപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷ് ആയിട്ട് നേരെ ഇറങ്ങി. ഇനി ഇവിടുന്ന് മെട്രോ പിടിച്ചിട്ട് വേണം നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ വേണ്ടി. അപ്പോൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയതിനെ കൊണ്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. കൽപ്പക ഹോട്ടലിലാണ് കേട്ടോ പോയത്. അത്യാവശ്യം നല്ല ഫുഡ് തന്നെ ആയിരുന്നു കേട്ടോ ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് മെട്രോയിലേക്കാണ്. ഫൈനലി ഞങ്ങൾ നേരെ മെട്രോയിൽ എത്തിട്ടോ. ഇവിടെ ബാംഗ്ലൂർ വന്നാൽ കഴിയുന്നതും യൂസ് ചെയ്യാൻ ഏറ്റവും എളുപ്പവും പോകാനൊക്കെ നല്ലത് മെട്രോ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലെത്തി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾക്ക് പോകേണ്ട വണ്ടി എത്തിയത്. അപ്പോൾ വണ്ടി വരുന്ന വീഡിയോ ആണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ വണ്ടിയിലേക്ക് അങ്ങോട്ട് കയറി. വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ പ്രാവശ്യം. ഞങ്ങൾ പീനിയ സ്റ്റേഷനിൽ അങ്ങോട്ട് ഇറങ്ങി. പീനിയ സ്റ്റേഷൻ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ നമ്മളെ ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇനി ഇതാ ഞങ്ങൾക്ക് ഈ റോഡിൻ്റെ അപ്പുറത്താണ് കേട്ടോ ഇതാ കാണുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഗായ്സ്, അപ്പം നമ്മൾ എന്നുള്ളത് നമ്മളെ വലിയൊരു സ്വപ്നം അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എവിടെയാണുള്ളത് വെച്ചാൽ നമുക്ക് SM കണ്ണപ്പ ഓട്ടോമൊബൈൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രകാശിന് നേരെ മുന്നിലാട്ടോ നമ്മളുള്ളത്. ഇന്ന് നമ്മളിവിടെ എത്താൻ കാരണം നമ്മൾ അമിത് ബ്രോ ആണ് കേട്ടോ. ഇവരുടെ ടീമിൻ്റെ ഒരു ബസ് നമ്മൾ ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്രകാശിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ട് ഞങ്ങളിതാ നേരെ പ്രകാശിന് ഉള്ളിലേക്ക് കടന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ നമ്മുടെ വൈറൽ താരം ഹരീഷ് ബ്രോനെ കണ്ടിട്ടു. അപ്പോൾ ഹരീഷ് ബ്രോനെ കുറിച്ച് സംസാരിച്ചു. ഇവിടെ ഒരുപാട് ബസ്സാട്ടോ ഡെലിവറിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. എത്ര ആൾക്കാരുടെ സ്വപ്നങ്ങളും അതുപോലെ പ്രതീക്ഷകളൊക്കെയാണ് ഇവിടെ. നമുക്കും അതേമാതിരി കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരു ദിവസം നമ്മളെ സ്വന്തം വണ്ടി ഇവിടുന്ന് ഡെലിവറി എടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെ ആഗ്രഹം ദൈവം എന്തെങ്കിലും സാധിച്ചു തരുമായിരിക്കും. ബസ്സുകളുടെ ഒരു വലിയ ലോകം തന്നെയാണ് ഇവിടെ ഉള്ളത്. എണ്ണാൻ പറ്റില്ല അത്രയും വണ്ടി ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് പ്രകാശ്. ഇവൻ്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയത്. അപ്പം വാട്ടർ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ചെക്കനതാ പുറത്തേക്ക് വരുന്ന വരവ് കണ്ടു. ഈ ഒരു മൂമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി പ്രാന്തനെ സംബന്ധിച്ചിട്ട് അത്രക്കും ഇൻട്രസ്റ്റിംഗ് മൊമെൻ്റ് ആയിരുന്നു. ഇത് നമ്മുടെ ഷിബേട്ടനാണ് കേട്ടോ. ഷിബേട്ടനാണ് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രകാശിലൊക്കെ ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഷിബേട്ടനെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്മളെ വണ്ടി ഇതാ ഫുൾ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ഫൈനലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി അവർ സെറ്റായിക്കൊണ്ടിരിക്കുക കേട്ടോ പ്രകാശിൻ്റെ സ്റ്റാഫൊക്കെ. പിന്നെ ഇൻറ്റീരിയലിലേക്ക് വരുമ്പോൾ ഒരു വെറൈറ്റി കളറാട്ടോ ഈ ബസ്സിൻ്റെ ഇൻറ്റീരിയലൊക്കെ വരുന്നത്. ഫാക്ടറി ഫ്രഷ് ലുക്കിലാണ് ഇപ്പോൾ വണ്ടി ഉള്ളത്. ഇനി ഇവനെ പുറത്തിറക്കി ലൈറ്റ് ആൻഡ് സൗണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് വണ്ടി വേറെ ലെവലിൽ തന്നെ ആവട്ടോ. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലാണ് കേട്ടോ വണ്ടിയുടെ ലീക്കേജും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മളെ വണ്ടീൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്ന ഒരു യാർഡ് വരുന്നത്. അവിടെ തന്നെ ഉണ്ട് ഒരു 10-45 വണ്ടിയോളം കേരളത്തിലേക്ക് മാത്രമായിട്ട് വന്ന് കിടക്കുന്നുണ്ടാണ്ടോ ഇവർ പറഞ്ഞത്. ഇപ്പം അധികം വണ്ടിയുടെ ലുക്കും സെഡസ്ത്ര പ്ലസ് ലുക്ക് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനെന്തൊരു സന്തോഷമാട്ടോ. ആ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ വണ്ടി ഇതാ പുറത്തേക്ക് ഇറക്കാൻ പോകാട്ടോ. അപ്പോൾ ഈ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ ഓണർക്കും അതുപോലെ നമുക്കും മറക്കാനാവാത്തൊരു മൊമെൻ്റ് തന്നെയാണ് കേട്ടോ. ഇതാ വരുന്നത് നോക്കിയേ, എന്ത് ലുക്കിലല്ലേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി ഒരു 4 മണിക്കായിരിക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കണ്ട് നിർത്തുമ്പോൾ നല്ല കിടിലൻ ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ വേറെ തന്നെ 3 പേര് ടീമായിട്ടാണ് വന്നത്. പിന്നെ സൂര്യയുടെ ഡെലിവറിക്കായിട്ട് അവരെ ഭാഗത്തുനിന്ന് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒരു 6 പേര് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്ത് നേരെ നമ്മളെ ചെക്ക് പോസ്റ്റ് ലക്ഷ്യമാക്കി പോകാം കേട്ടോ.